everyone and welcome to Comedy Masters. Comedy Masters ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ എല്ലാവരും റെഡിയാണ്. ശ്വേത ചേച്ചി റെഡി? റെഡി. ആൻഡ് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന നമ്മുടെ ചിരിക്കൂട്ടം റെഡിയാണോ? പറയാൻ പോകുന്ന ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ നാട്ടുകൂട്ടത്തിനുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ. കോട്ടയം ജില്ലയിൽ നിന്നും നമുക്ക് ഒരുപാട് സ്നേഹം പലഹാരത്തിന്റെ രൂപത്തിൽ കൊണ്ടുതന്ന് നമ്മളത് കഴിച്ച് എൻജോയ് ചെയ്താണ് ഇന്നത്തെ ഷോ മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. ആനീസ് കിച്ചന്റെ പായസം ചലഞ്ച് കോട്ടയത്ത് നമ്മൾ നടത്തിയിരുന്നു. അതിലെ കണ്ടസ്റ്റൻസ് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഹായ് 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 ഹായ്. ഞാനൊന്ന് ആന്റി അടുത്ത് സംസാരിക്കട്ടെ. ഹായ് ആന്റി, കോട്ടയത്ത് എവിടെയാ സ്ഥലം? കോട്ടയത്തല്ല, പുനലൂര്. പുനലൂര്. അപ്പൊ പുനലൂരിന്നായിരുന്നു അവിടെ വന്നത് നമ്മുടെ അവിടെ കുക്ക് ചെയ്യാനൊക്കെ പായസം ആണോ? ആരെയും കൂട്ടിയാ വന്നേ? മകനും കൂടെ ആണ്. ഓക്കെ. എന്ത് പായസമായിരുന്നു ഉണ്ടാക്കിയെന്ന്? പ്രഥമൻ ക്യാരറ്റ് പ്രഥമൻ അല്ലേ? ഓൾറൈറ്റ്. ചേട്ടന്റെ പേര്? എന്റെ പേര് അരുൺ. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഡാൻസറാണ്, സ്കൂൾ നടത്തുന്നുണ്ട്. പുനലൂർ തന്നെയാണോ? അത് തന്നെ. അപ്പൊ എന്തായാലും ഡാൻസ് നമുക്ക് കാണണം. ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ചേട്ടന്റെ ഡാൻസിലായിരിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു പോവാം. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം, ആരംഭിക്കാം. നമ്മൾ നേരെ പോകുന്നു പഞ്ചായത്ത് ഓഫീസിലേക്ക്. ഓക്കെ. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ, ഇന്ന് സത്യം പറഞ്ഞാൽ നല്ലൊരു ഐശ്വര്യമുള്ള ദിവസം കേട്ടോ. സാറിനൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് കേട്ടാ സാറ് കിടുങ്ങും. എന്താന്ന് വെച്ചാ പറയണോ? അത് പറയണതിന് മുമ്പ് എനിക്ക് ലീവ് വേണം. എപ്പൊ നോക്കിയാലും ലീവ് തരുന്ന പ്രശ്നമില്ല. താൻ സർപ്രൈസ് എന്താ വെച്ചാ പറ. സാറേ അങ്ങനെ ക്രൂരനാവല്ലേ സാറേ, എനിക്ക് ലീവ് തരണം. എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ. ലീവ് തരുന്ന പ്രശ്നമില്ല. താൻ എപ്പോഴും ഇതന്നെ പരിപാടി, അതുകൊണ്ട് ലീവ് തരൂല. സർപ്രൈസ് എന്താ വെച്ചാ പറ. സർപ്രൈസ് എന്താന്ന് പറയാം. സർപ്രൈസ് കേട്ടാ സാറ് കിടുങ്ങും. പറയണോ? പക്ഷെ എനിക്ക് ലീവ് വേണം സാറേ. ലീവ് തരൂല, ലീവ് തരാൻ പറ്റില്ല സാറേ. ഒരു കാര്യം പറയാം, ലീവ് ഞാൻ തരില്ല. സർപ്രൈസ് പറയാൻ പറ്റുമോ പറ. സാറേ, എന്റെ ഭാര്യ പ്രസവിച്ച് എനിക്ക് കുട്ടീനെ പോയി കാണണ്ടേ. 20 ദിവസത്തെ ലീവ് എനിക്ക് വേണം. 20 ദിവസത്തെ ലീവാ? ഭാര്യ പ്രസവിച്ചെങ്കിൽ 10 ദിവസത്തെ ലീവേ മാത്രമേ കൊടുക്കുള്ളൂ. 10 ദിവസത്തെ. എന്റെ ഭാര്യ ഇരട്ട കുട്ടികളെ പ്രസവിച്ചു, അപ്പൊ എനിക്ക് 20 ദിവസത്തെ ലീവ് വേണ്ട. തരുന്ന പ്രശ്നമില്ല, ലീവില്ല. ലീവ് തരില്ല. തരില്ല. സർപ്രൈസ് പറയാൻ പറ്റുമോ പറ. എന്താണ് സർപ്രൈസ്? അപ്പൊ ലീവ് തരില്ല. എങ്കിൽ ഞാൻ സർപ്രൈസ് പറയാം. നമ്മുടെ ഓഫീസിൽ പാമ്പ് കയറി സാറേ. ആ ഫയലിന്റെ അടിയില്. ഏത് ഫയലിന്റെ അടിയില്? ഫയലിന്റെ അടിയില്. അതേത് ഫയല്? സാറേ, 5 വർഷം മുമ്പ് നമ്മുടെ ലൗലി ചേച്ചി മുട്ടക്കോഴിനെ വളർത്താൻ വേണ്ടിട്ട് ഒരു അപേക്ഷ തന്നാ. ആ ഫയലിന്റെ ഇടയിലാ പാമ്പ് കയറിയിരിക്കണം. അയ്യോ, അതെന്താ ആ ഫയലിന്റെ ഇടയിൽ തന്നെ പാമ്പ് കയറി? 5 വർഷമായിട്ട് നമ്മൾ ആ ഫയലിൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാ. അതില്ല. പാമ്പിന് തോന്നിയിട്ടുണ്ട് ആ ഫയലിന്റെ ഇടയിലാണ് ഏറ്റവും സുരക്ഷിതം. അതുകൊണ്ടാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. ഒരു മണി ഫോറസ്റ്റ് ഓഫീസർ വിളിക്കണ്ട. പാമ്പിനെ ഞാൻ പിടിക്കാം സാറേ. എനിക്ക് ലീവ് അതൊന്നും കാണിക്കല്ല. ഫോറസ്റ്റുകാരെ വിളിച്ചു ഞാൻ പിടിക്കാം സാറേ. പിടിക്കണ്ടോ? ഹലോ, ഫോറസ്റ്റ് ഓഫീസ് അല്ലേ? അതെ, ഫോറസ്റ്റ് ഓഫീസാണ്. വാവയെ കിട്ടുവോ? വാവയെ കിട്ടാൻ വേണ്ടി ഫോറസ്റ്റ് ഓഫീസിലാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്കനവാടിയിൽ ഫോറസ്റ്റ് ഓഫീസിന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അയ്യോ, അതല്ല, വാവ സുരേഷിനെ കിട്ടുവോന്ന്. അയ്യോ, വാവാ സുരേഷ് എന്തായിരുന്നു കാര്യം? അല്ല, ഇവിടെ ഓഫീസിലെ ഒരു പാമ്പ് കേറിയിട്ടുണ്ട്, അതിനെ പിടിക്കാൻ വേണ്ടിയാ. അയ്യോ, ഈ വാവാ സുരേഷ് വേറൊരു സ്ഥലത്ത് വേറൊരു പാമ്പിനെ പിടിക്കാൻ പോയേക്കാണ്. വേറെ ദിവസം അങ്ങോട്ട് വിട്ടാ മതിയാവോ? അയ്യോ, അത്ര ഒരു പാമ്പ് വെയിറ്റ് ചെയ്തില്ലല്ലോ സാറേ. വെയിറ്റ് ചെയ്യൂലല്ലേ? അങ്ങനെയാണെങ്കിൽ വേറെ കാര്യം ചെയ്യാം. വാവാ സുരേഷ് അല്ലാതെ നമ്മുടെ ഓഫീസിന്റെ വാവാ സുരേഖ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുണ്ട് ഇവിടുത്തെ. വാവാ സുരേഖ? വാവാ സുരേഷിനെ പോലെ തന്നെ ഫുൾ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വെച്ചേക്കുന്ന പെൺകുട്ടി. അങ്ങനെയാണെങ്കിലോ? മതി, അത് മതി. അവരൊന്നും വിട്. അയ്യോ, അതും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ? ഇന്ന് വാവായതുകൊണ്ട് വാവാ സുരേഖ വരൂല. വാവായതുകൊണ്ട് വാവാ സുരേഖ വരൂലേ? അങ്ങനെ പറയല്ലേ. വാവ മാറ്റി വെച്ച് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വാവാ. സാറ് വാവാന്ന് കിടന്ന് വെക്കാതെ സാറാ വായൊന്നും നടക്കാം. അവരിങ്ങോട്ട് വന്നോളും. അതെ, ഞാൻ എപ്പോഴും പാമ്പിനെ കണ്ടത്? ഞാൻ രാവിലെ ഐശ്വര്യമായിട്ട് വന്നു ഓഫീസ് തുറന്നതാണ്. തുറന്നു കഴിഞ്ഞപ്പോ പാമ്പ് എന്നെ നോക്കിയത് ഇങ്ങനെ നിക്കണ്. എന്നെ കണ്ടതും പാമ്പ് ഒരു ഒറ്റ ഓട്ടോട്. എന്നിട്ട് നേരെ പാമ്പ് ഓടി കോണിമേലേക്ക് കയറി. പാമ്പ് കോണിമ കയറി അപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞുവിടറോ? ഞാൻ കരുതി പാമ്പും കോണിയും കളിക്കാൻ വേണ്ടി കയറിയതായിരിക്കും എന്നാണ്. അതിനുശേഷമാണ് ഓടി ഈ ഫയലിന്റെ അകത്ത് കയറിയത്. അയ്യോ സാറേ, അവരൊന്നും വിളിക്കേണ്ട, ഞാൻ പിടിക്കാൻ. അബദ്ധമൊന്നും കാണിക്കല്ലേ. അയ്യോ, അയ്യോ, നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ വാവാ സുരേഖ. ഞാൻ അസിസ്റ്റന്റ് ശംഖു. വരേൻ ടീഷർട്ട് ഇട്ടപ്പോ കറക്റ്റ് ശംഖു വരേൻ. ഞാൻ അണലിയാകും. ആണലിയോ? അണലി ഞാൻ കടിക്കും. ശംഖു, ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം.
അതെ, എത്ര കൊടിയ വിഷമുള്ള പാമ്പാണെങ്കിലും ഞങ്ങൾ വളരെ ഈസി ആയിട്ട് പിടിക്കും. അതെല്ലേ? കാരണം ഞങ്ങൾക്ക് പാമ്പിനെ പേടിയില്ല. പാമ്പ് എങ്ങനെ മനസ്സിലായി പാമ്പ് ഉണ്ടെന്ന്? പാമ്പിന്റെ ഒരു ചീറ്റൽ കേട്ടില്ലേ? അയ്യോ പാമ്പ് ഈറ്റതല്ല, ഞാൻ മൂക്കി ഈറ്റതാ. തനിക്ക് മൂക്കിയിട്ടാൻ കണ്ട സമയം. ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. ഓക്കെ. അതെ, പേടി കൊണ്ടല്ല, പെട്ടെന്ന് ആ ശബ്ദം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി പേടിയില്ലാന്ന്. അതെ, ഇന്നലെ ഞങ്ങളൊരു രാജവെമ്പാലിനെ പിടിക്കാനായിട്ട് ഒരു വീട്ടിലേക്ക് പോയി. ഞങ്ങളിങ്ങനെ പാമ്പിനെ പിടിക്കാനായിട്ട് അങ്ങോട്ട് പാമ്പിന്റെ അടുത്തേക്ക് ചെന്നപ്പം പാമ്പ് ഞങ്ങൾ നോക്കിയിട്ട് പുച്ഛിച്ചൊരു നോട്ടം. ഇവനുണ്ടായിരുന്നോ കൂടെ? പിന്നെ ഞാൻ ഉണ്ടായില്ലേ? ഇവന്റെ സ്കിറ്റ് രാജവമ്പാല കണ്ടു കാണും, അതാണ് അതിന്റെ അത്രയും പുച്ഛം. അത് കറക്റ്റ് ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ പാമ്പിനെ പിടിക്കാനായിട്ട് പതുക്കെ പതുക്കെ പാമ്പിന്റെ അടുത്തേക്ക് ചെന്നപ്പം കയ്യും കാലും കിടന്ന് വിറയ്ക്കുവാ. പാമ്പിന് കയ്യും കാലും ഉണ്ടോ? പാമ്പിന്റെ കയ്യും കാലും അല്ല, ഈ നിൽക്കുന്ന ശംഖുന്റെ. അയ്യോ, അത് പാമ്പിനെ കണ്ടിട്ടില്ല. കിറ്റ് കളിക്കുമ്പോ എപ്പോഴും കൈ കാലും അത് കണ്ട അവന്റെ കൗള് കിടന്ന് പറക്കണ. അതെ അതെ, എന്തായാലും പാമ്പിന് കയ്യും കാലും ഇല്ലാത്തത് ഭാഗ്യമായിട്ടാണ്. ഇല്ലെങ്കിൽ നടന്നു പോകുമ്പോ പിടിച്ചു നിർത്തി കടിച്ചേനെ. ഒരു കാര്യം പറയട്ടോ, പാമ്പ് എന്നെ കടിക്കൂല. അതെന്താണ്? എന്നെ കടിക്കില്ല, കാരണം ഒരു ദിവസം ഒരു പാമ്പ് കടിക്കാൻ വേണ്ടി എന്റെ കാലിന്റെ അടുത്ത് വന്നിട്ട് കടിക്കാതെ തിരിച്ചു പോയി. അത് പാമ്പ് തെറ്റിദ്ധരിച്ചു കാണും. എന്ത്? നിന്റെ കാല് കണ്ടപ്പോ പാമ്പ് കരുതി കാച്ചിലിന്റെ വേരിറങ്ങിയതാണെന്ന് കരുതിട്ട് അത് കടിക്കാതെ തിരിച്ചു പോയതാണ്. ശംഖു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ കൂടെ ഡ്യൂട്ടിക്ക് വരുമ്പോ കയ്യും കാലും കഴുകണമെന്ന്. കഴിക്കോളാം മാഡം. അത് മാത്രമല്ല, നീ അടിച്ചു നനച്ചൊന്ന് കുളിക്കാൻ നോക്ക്. ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ പാമ്പ് പടം പൊഴിക്കാറുണ്ടോ? ഏയ്, നല്ല സംശയം. പടം പൊളിക്കുന്നതൊന്നും പാമ്പല്ല, അത് റിവ്യൂ ഇടുന്നവന്മാരല്ലേ. അവന്മാര് നെഗറ്റീവ് റിവ്യൂ ഇടുന്നതുകൊണ്ടല്ലേ പടം പൊളിക്കുന്നത്. ഒരൊറ്റ അടി ഞാൻ വെച്ചു തരും. പടം പൊളിക്കുന്നല്ലേ വെച്ചത്, പാമ്പ് പടം പൊഴിക്കാറുണ്ടെന്ന് വെച്ചത്. പിന്നെ പൊഴിക്കാത്തത് അത് ഒരു ഷർട്ട് നമ്മൾ എത്ര ദിവസം ഇടും? ഒരു ദിവസം. പാമ്പിനും ഒരു ടെക്സ്റ്റൈൽ ഒക്കെ വേണ്ടേ, ഓ. അങ്ങനെ പടം പൊഴിക്കുന്നതാണ് പുള്ളി. ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. ഇടക്ക് നീ ഒന്ന് പടം പൊഴിക്ക്. ആ ടീഷർട്ടിനൊക്കെ എന്ത് നാറ്റോണെന്ന് അറിയാമോ? ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. അതെ മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. അതെ. ചെറുപ്പം തുടങ്ങി ഈ പാമ്പ് പിടുത്തക്കാരോട് എനിക്ക് ഭയങ്കര ആരാധനയാണ്. ആണോ? അപ്പൊ ഒരു ലേഡിയായ നിങ്ങൾ ഈ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ ആരാധന അങ്ങ് കൂടി. ഒരുപാട് പേരുണ്ട് അങ്ങനെ. പാമ്പിനെ പിടിക്കുന്ന ആ കയ്യിൽ എനിക്കൊന്ന് സ്പർശിക്കണമെന്ന് ഒരു ചെറിയ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ ഞാനൊന്ന് ഓരോരുത്തരുടെ? സ്പർശിച്ചോട്ടെ. ഒരു സ്പർശന സുഖമായിക്കോട്ടെ. ഡോ, 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 മാറി നിൽക്കണം അങ്ങോട്ട്. അതിന്റെ ഇടയ്ക്ക് തന്റെ ഒരു മ്യൂസിക്കും. ഇത് മ്യൂസിക് ഇട്ടല്ല, പിന്നെ? എന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആണ്. ആണോ? ആരും വിളിച്ചാണ്. ദേ വീണ്ടും കോൾ വന്നു. ഒറ്റ മിനിറ്റ്. മാറി നിൽക്കണം അങ്ങോട്ട്. കോൾ എടുക്ക്. ഹലോ. ആ ഇപ്പൊ ചോദിക്കാം. അതെ, ഒരു രാഷ്ട്രീയ നേതാവിനെ പാമ്പ് കടിച്ചു, എന്ത് ചെയ്യണമെന്ന്? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ. ഹലോ, രാഷ്ട്രീയ നേതാവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അയ്യോ, നേതാവിനല്ല, പാമ്പിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ. അല്ലെങ്കിൽ പാമ്പ് വിഷം കയറി ചാകും. ഓ, ആ രാഷ്ട്രീയ നേതാവോട് കിടന്നോട്ടെ, പുഴി കിടന്നോട്ടെ, ആ പാമ്പിന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും കേട്ടോ. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ. താൻ ശരിക്കും പാമ്പാട്ടിയാണോ? ഞാൻ പാമ്പാട്ടിയല്ല, പക്ഷെ പാമ്പ് എന്നെ ആട്ടാറുണ്ട്. അത് വേറൊന്നുമില്ല, ഈ പാമ്പിന് കൊടുക്കാൻ പറ്റുന്ന മുട്ടയില്ലേ, അതിനടുത്ത് ഞാൻ ബുൾസൈ അടിച്ചു. ഒരു ദിവസം പാമ്പ് തന്നെ മുഖത്തൊക്കെ ഒറ്റ ആട്ടു. എന്ത് കഷ്ടാന്നല്ലോ ചോദിക്കേ. ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. അതെ, പാമ്പ് ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും നമ്മുടെ വീടുകളിലൊന്നും വരുന്നത് ശരിയല്ല. അല്ല. അതുകൊണ്ട് പാമ്പിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എങ്ങനെ പ്രീതിപ്പെടുത്തണം? അത് വെച്ചാൽ നമ്മൾ 100 പാലും കൊടുക്കണം. ഞങ്ങളൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. ആണോ? ശംഖു കൊടുക്കാറില്ലേ? അല്ല, 100 പാലും കൊടുക്കാനുള്ള ബഡ്ജറ്റ് എനിക്കില്ല, ഞാൻ 50 പാലും കൊടുക്കാറുണ്ട്. ഞാൻ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. ഓക്കെ. ഓക്കെ. അതെ, ഈ പാമ്പിനെ ആദ്യം ആരാ കണ്ടത്? ഞാനാ കണ്ടത്. ഏത് ഭാഗമാ കണ്ടത്? ഞാൻ കിഴക്ക് ഭാഗം കണ്ടത്. ഞാൻ പടിഞ്ഞാറ് പോകുന്നു. അയ്യോ, അതല്ല ചോദിച്ചത്. തലയാണോ വാലാണോ കണ്ടേന്ന്? വയറാണ് കണ്ടത്. ആണോ? പാമ്പിനെങ്കും ഒന്ന് വിട്ടുപിടിയാളിയാ. സാർ ഇത്രക്കാരനാണ്. അപ്പൊ ഒന്ന് പോ സാറ്, ആ അർത്ഥത്തിനല്ലത്. അതെ അതെ, നിങ്ങളൊന്ന് നിർത്തിക്കേ. ശംഖു, ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു. ഓക്കെ മാഡം. ലിഫ്റ്റിക്ക് കുറച്ച് ഓവറാണ്. കുത്തി അടിച്ച് കയറ്റിയിട്ട് വേർത്ത് പൂലിച്ച് കഴുത്തി കൂടെ ഇറങ്ങുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ. പട്ടുപോലെ മൃദുലമായി മേനിയിൽ എന്തിനാണ് വെറുതെ പുട്ടി? ശംഖു, ബിഹേവ് യുവർ സെൽഫ്. ഓക്കെ മാഡം. എന്നെ നോക്കാനല്ല പറഞ്ഞത്, പാമ്പിനെ പോയി നോക്കാൻ. അവിടെ പോലെ അവിടെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കണേ, നല്ല വിഷമുള്ള പാമ്പാണോ? ഇത് വെള്ളിക്കെട്ടനാണ്. വെള്ളിക്കെട്ടനാണോ? സ്വർണം കെട്ടാനുള്ള ബഡ്ജറ്റ് അതിനില്ല, അതുകൊണ്ട് വെള്ളിക്കെട്ടൻ. ഓ, അതെ, ഇച്ചിരി വിഷമുള്ള പാമ്പാണ്.
നമ്മൾ പാമ്പിനെ പിടിക്കുന്നത് ഇച്ചിരി ശ്രദ്ധിച്ചു വേണം. എങ്ങനെ വേണം? ആദ്യം നമ്മൾ മയക്കിയിട്ടാണ് പിടിക്കേണ്ടത്. അങ്ങനെ ഒരു പണി ചെയ്താലോ? മയക്ക് വെടി വെക്കുന്ന ആളെ വിളിക്കാം അല്ലേ? മയക്ക് വെടി വെക്കാനായിട്ട് ഇതെന്നെ ആനയാണോ? അല്ല. എടോ പാമ്പിനെ മയക്കാനൊക്കെ ആൾക്കാരുണ്ട്. ഹേ, ആര്? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു മയക്കുകാരനുണ്ടായിരുന്നു. അയാളിപ്പോ ചത്തുപോയി. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് ഇറങ്ങി. ഈ പാമ്പിനെ മയക്കാനായിട്ട് ഈ മയക്കുകാരനെ വിളിച്ചിട്ട് ആദ്യം അയാൾ മകിടി ഊതി, പാമ്പ് മയങ്ങിയില്ല. അതിനുശേഷം ഓടക്കുഴലൂതി, പാമ്പ് മയങ്ങിയില്ല. അതിനുശേഷം കച്ചേരിക്കാരെ കൊണ്ടുവന്ന് നാദസ്വര കച്ചേരി നടത്തി, എന്നിട്ടും പാമ്പ് മയങ്ങിയില്ല. അവസാനം ഗത്യന്തരമില്ലാതെ വെഞ്ഞാറമൂട്ടിൽ നോബി മാർക്കോസിനെ കുട്ടികളിനെ കൊണ്ട് സ്കിറ്റ് കളിപ്പിച്ചു. ഇല്ല, പാമ്പ് നിന്ന് കൂവി. അവസാനം കൊച്ചിൻ കലാഭവന്റെ ഗാനമേള അവിടെ വെച്ചു. ഇല്ല, പാമ്പ് മയങ്ങുന്നില്ല. ലാസ്റ്റ് ചെയിൻ സോങ് വന്നപ്പോ പാമ്പ് പതുക്കെ 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 ഡാൻസ് കളിച്ചു തുടങ്ങി. പാമ്പ് ഡാൻസ് കളിച്ചാ? ലേക്ക് ഡാൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഡാൻസ് കളിച്ച് പാമ്പ് അവിടെ വീണു. അങ്ങനെ ആ സാധനത്തിന് അയാളെടുത്ത് ചാക്കിലിട്ട് പോയി. മതി കഥയൊക്കെ പറഞ്ഞു നിർത്ത്. ഇങ്ങനെ കഥ പറഞ്ഞ പാമ്പിനെ പിടിക്കണ്ടേ? പെട്ടെന്ന് നോക്കണം. ശംഖു വായി നോക്കി നിൽക്കാതെ പോയി പാമ്പിനെ പിടിക്കുക. ശംഖു, മേഡം അല്ലേ സീനിയർ, മേഡം പിടിക്കേ. ഞാൻ രാജവെമ്പാനെ പോലത്തെ വലിയ പാമ്പുകളെയല്ലേ ശംഖു പിടിക്കുന്നത്? ഇത്ര ചെറിയ പാമ്പിനെ ഞാൻ പിടിക്കാറുണ്ടോ? അങ്ങനെ പറയില്ലേ? നിങ്ങൾ കേൾക്കണം. ഞാൻ പാമ്പിനെ പിടിക്കും. കിരട്ടൊക്കെ പുള്ളിക്കാരത്തി. ബിഹേവ് യുവർസെൽഫ്. മേഡം ഞാൻ പിടിക്കില്ല മേഡം. പിടിച്ചേ പറ്റുള്ളൂ ശംഖു. പിടിക്കില്ല മേഡം. ശംഖു പിടിക്കുന്നെങ്കിൽ ഞാൻ കംപ്ലൈന്റ് പിടിക്കില്ല മേഡം. ഞാൻ പിടിക്കില്ല. നിങ്ങൾ രണ്ടുപേരും പിടിക്കണ്ട, പാമ്പിനെ ഞാൻ പിടിച്ചോളാം. പാമ്പിനെ പിടിക്കാൻ ആള് മറ്റു വിഷപ്പാമ്പാണ്. എന്റെ ജീവന്മാരുടെ പോരാട്ടമാണ്. താൻ വെറുതെ അബദ്ധം കാണിക്കരുത്. ഞാൻ പിടിച്ചോളാം പാമ്പാണ്. എനിക്ക് ലീവ് തരുമോ ഇല്ലേ? എനിക്ക് ലീവ് തരുമോ ഇല്ലേ? ലീവ് തന്നിരിക്കുന്നു. ആ പാമ്പിനെ ഒന്ന് മാറ്റിക്കോ. ഇനി മാറ്റൂല്ല. വാക്ക് പറഞ്ഞ വാക്കല്ലേ? വാക്കാണ്. ഇനി മാറ്റൂല്ല. ഒന്ന് മാറ്റി, കടിക്കും, വിഷാണ്. പാമ്പ് കഴുത്തി കിടന്നിട്ട് ചിരിക്കുന്ന ആൾ ആദ്യമായിട്ട് കാണാം. എടോ, ഈ പാമ്പ് കടിക്കില്ല. ഇത് വെറും ഡമ്മി പാമ്പാണ്. എന്റെ മൂത്ത മകൻ അച്ചുവിന്റെ റബ്ബർ പാമ്പാണിത്. അപ്പൊ എത്ര മക്കളുണ്ട്? 2 മക്കൾ, അച്ചുവും കിച്ചു. അപ്പൊ കിച്ചുവിന്റെ പാമ്പാണോ അതാ കിടക്കണേ? എവിടെ? കിച്ചുവിന്റെ പാമ്പിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അച്ചുവിന്റെ പാമ്പിനെ മാത്രം. എടോ, അത് ഒറിജിനൽ പാമ്പാണോ, കളിക്കല്ലേ. ഒറിജിനൽ പാമ്പാണ്. ഡമ്മി. ഇത് റബ്ബർ പാമ്പാണെന്ന് വില എഴുതി വെച്ചിട്ടുണ്ട്. 75 രൂപ. റബ്ബർ പാമ്പാണിത്. 75 രൂപ. അപ്പൊ ഈ പാമ്പ് ഇത് ഒറിജിനൽ പാമ്പ്. ശംഖു, ബിഹേവ് യുവർസെൽഫ്. ഓക്കെ മാഡം. എന്റെ കയ്യിൽ കണ്ടോ 2 സാധനം. ഉണ്ണിയപ്പം പിടിച്ചോ സുരേഷ്. രാധിക ചേച്ചി പിടിച്ചോ. ഇത് ആര് കൊണ്ടുവന്ന് അറിയാമോ? നമ്മുടെ കോട്ടയത്തെ പായസം ചലഞ്ചിലുള്ള ആ ഫാമിലി കൊണ്ടുവന്നാണ് നിങ്ങൾക്ക് വേണ്ടിട്ട്. നല്ല മധുരമുള്ള ഉണ്ണിയപ്പമാണ്. അതേപോലെ നല്ല മധുരമുള്ള സ്കിറ്റ് അവർക്ക് കൊടുത്തോണം. ഫാമിലി ആയിട്ട് ചിരിക്കാൻ വന്നിരിക്കുകയാണ്. ബാറ്ററി ഓണായി നോക്ക് സുരേഷേ. ഉണ്ണിയപ്പത്തിന്റെ മധുരത്തിനേക്കാളി മധുരമുള്ള കോമഡികൾ എന്റെ സുരേഷ് ഇടുമെന്ന് എനിക്കറിയാം. ഒപ്പം രാധിക ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നറിയാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഓ ദൈവമേ, രാവിലെ തന്നെ കിണറിന്റെ വീഡിയോ ആണല്ലോ. യോ, എന്റെ മൂക്കിന്റെ ആയിരുന്നോ? എന്റെ ഒരു കാര്യം നോക്കട്ടെ. ഇല്ല, ഇപ്രാവശ്യം എന്റെ റീലിനും ചലച്ചിനും ഒന്നും റേറ്റിംഗ് ഇല്ല. എന്തോ ചെയ്യാനാന്ന് പറ. ഞാൻ മാത്രം ചെയ്യുന്നതിനൊക്കെ എന്താണ് ഈ റേറ്റിംഗും ഷെയറും ഒക്കെ ഇല്ലാത്തത്? എന്താ എനിക്ക് അറിയാൻ വയ്യാത്തോട്ട് ചോദിക്കുക. കഴിഞ്ഞ ദിവസമാണ് ഒരു മഞ്ഞൾ പൊടിയുടെ ചലഞ്ച് ഞാൻ ചെയ്തു. 3 കിലോ മഞ്ഞപ്പൊടി തീർന്നിട്ട് ഇപ്പൊ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോരുകറിയാ വെച്ചു. എന്നിട്ട് ഞാൻ ആരോടാണ്ട് പരാതി പറഞ്ഞോ? ഇല്ലല്ല. എന്നിട്ട് എനിക്കിന്ന് ചുളുവിന് 1-2 ലൈക്കോ ഷെയറോ ഒക്കെ നിങ്ങൾ തന്നാൽ എന്താ? ഈ 2K കിഡ്സിന്റെ കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് പാടാണല്ലേ. യോ, ഒരു വയറ് നടന്നു വരുന്നുണ്ടല്ലേ. ആഹാ, പുറകിൽ ആളും ഉണ്ടോ? സിക്സ് പാക്ക് ഉള്ള ഒരുത്തനെ കെട്ടണമെന്ന് വിചാരിച്ചെന്നാ നടന്ന ഞാനാ. 6 പാക്ക് ഇല്ലെങ്കിൽ എന്തരീ, എനിക്ക് 2 പാക്ക് ഉണ്ടല്ലോ. വയറിലല്ലോ, പുറയിലല്ലയോ. നീ പറയുന്ന എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് വയറ് കുറയുന്നില്ല. ഇന്ന് തന്നെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നറിയാമോ? 1 പുഷപ്പ് അടിച്ച്, 2 ജമ്പ് അടിച്ച്, 3 ടെമ്പൽ അടിച്ച്,
ഈ സ്പോട്ടിൽ നിന്ന് ഞാൻ എന്തോന്ന് അടിച്ചായിരുന്നല്ലേ? 3 നുണയടിച്ച്. അതല്ല, പന്തളം വരെ ഓടി. ആ, ഇത് കേട്ടാ പന്തളമല്ല, അങ്ങ് അടൂര് ഓടും. ഞാനൊരു കാര്യം പെട്ടെന്ന് ഞാൻ പറഞ്ഞു തന്ന ആ എക്സർസൈസ് എന്താ മനുഷ്യ നിങ്ങൾ ചെയ്യാത്തത്? ആര് പറഞ്ഞത് ചെയ്തില്ലെന്ന്? നീ ഈ വെളിയിലോട്ടിറങ്ങിയ നാട്ടുകാരടുത്ത് ചോദിച്ചു നോക്കടി, ഞാൻ ചെയ്യുന്നോ ഇല്ലയോ എന്ന്. നാട്ടുകാരെ മൊത്തം കണ്ടോണ്ടിരിക്കുക. പിന്നെ നിനക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാനിപ്പൊ തന്നെ ഒരു 30 കിലോമീറ്റർ ഓടിയിട്ട് വരാം. ചേട്ടാ, ഇങ്ങേരെ വെച്ച് തന്നെ എനിക്കൊരു ചലഞ്ച് ചെയ്യാവല്ലോ. ഇങ്ങേറെ ഈ കള്ളത്തരം നാട്ടുകാരൊന്ന് കാണട്ടെ. ലൈവായിട്ട് അങ്ങ് പോയേക്കാം. ഒരു ക്യാമറ ചലഞ്ച് തന്നെ നടത്തിയേക്കാം. ഹലോ ഗൈസ്, ഇതാ ഞാൻ പുതിയൊരു ഹിഡൻ ക്യാമറ ചലഞ്ചുമായി എത്തുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട സുർണി. അതെ, ലൈവാട്ടോ. അപ്പൊ സ്റ്റാർട്ട്. ഓ ഭഗവാനെ, അങ്ങനെ 30 കിലോമീറ്റർ ഞാൻ ഓടി. നിങ്ങളുടെ പേരെന്തുവാ? കെ രാജൻ. അല്ലാതെ കെ റെയിൽ എന്നല്ലല്ലോ. എത്ര സ്പീഡ് ഓടിയിട്ട് വരാന്? നീ പോയ പോലും ഞാൻ എന്റെ വയർ കുറയ്ക്കാനുള്ള എക്സസൈസ് ഒന്ന് ചെയ്യട്ടെ. നിങ്ങളുടെ വയറ് കുറയണമെങ്കിൽ നിങ്ങളുടെ മദ്യപാനം ആദ്യം നിർത്തണം. ആരുടെ? നിങ്ങളുടെ. ആരടുത്താണ് നീ പറഞ്ഞത്? എന്തുവാ? അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നുമല്ല. എന്തുവാ? നിന്റെ അച്ഛനാണ് ഇവിടുത്തെ മെയിൻ കുടിക്കാരൻ. എടി, അത് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. നിന്റെ അച്ഛൻ കള്ളും കുടിച്ചിട്ട് റോഡിൽ കിടക്കുന്നവരെ എല്ലാവർക്കും അറിയാം. അതൊക്കെ എന്തിനാ ഇവിടെ ഇപ്പൊ പറയുന്നത്? ഇവിടെ ഇപ്പൊ പറയൂടി. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴെന്ത് വലിയ നോക്കുന്നേ? ഇരിയടി അവിടെ. ആനങ്ങിപ്പോവരുത്. നിന്റെ അച്ഛന്റെ കാര്യം നീ അറിയണം. അതുവരെ നീ ആനങ്ങരുത്. എടി, നിന്റെ അച്ഛന്റെ പരിപാടി എന്തൊക്കെയാണെന്നറിയോ? നമ്മളെ ആ പശുവിനെ വളർത്തുന്ന ഫാം നടത്തുന്ന രഘു ഉണ്ടല്ലോ, ആ രഘുവിന്റെ വീട്ടിലെ കാർ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നിന്റെ അച്ഛനെ വിളിച്ച് ഇങ്ങേര് കള്ളും കുടിച്ച് പിറ്റായിട്ട് നേരെ അവിടെ ചെന്നിട്ട് കാറാന്നും പറഞ്ഞ് യവന്റെ പശുവിന്റെ അടി കയറി ഇങ്ങനെ മലന്ന് കിടന്നിട്ട് പശുവിന്റെ അകടി പിടിച്ച് വലിച്ചിട്ട് പറയുവാ ഓയില് ലീക്കാന്ന്. എന്റെ അച്ഛൻ മദ്യപാനം നിർത്തിയിട്ട് 3 മാസമായി. ഇരിയടി അവിടെ. അനങ്ങരുത്. 3 മാസം. എടി, ഇന്ന് രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ, അപ്പുറത്ത് വീട്ടിന്റെ മതിലിന്റെ മേളിൽ നിന്റെ അച്ഛന്റെ തല എത്തി നോക്കിയിട്ട് എന്റെ അടുത്ത് പറയാ, മരുമോനെ നിന്റെ ഓട്ടം നടക്കട്ടെ, എനിക്ക് കുറച്ച് പുല്ല് പറിക്കാനുണ്ടെന്ന്. കർഷകനല്ലേ, കള പറിക്കാൻ ഇറങ്ങിയതായിരിക്കും. ഇരിയടി അവിടെ. അനങ്ങരുത്. സത്യം പറഞ്ഞ ഞാനും അതാടി ഉദ്ദേശിച്ചത്. ഞാൻ ചെന്ന് എത്തി നോക്കിയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്തോന്നറിയാമോ? എന്തുവാ? നിന്റെ അച്ഛനൊരു പൂടപ്പട്ടിയെ ഞാൻ ചവിട്ടി പിടിച്ചിട്ട് പുല്ലാന്നും പറഞ്ഞ് അതിന്റെ പൂട വലിച്ച് പറിക്കുന്നു. അപ്പൊ മനസ്സിലായല്ലോ, രാവിലെ പിടുത്തം 3 മാസമായി നിർത്തിയിട്ടെന്നില്ലേ. ഇതെല്ലാം സഹിക്കാം. ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ട കാഴ്ച എന്തോന്നറിയാവോ? എനിക്ക് കാഴ്ച കാണാന് നമ്മുടെ ബാലങ്കേ നായരുടെ അടുത്തുനിന്ന് ജയഭാരതി വരുന്നത് പോലെ ഈ പട്ടി ഗേറ്റിന്റെ അടുത്ത് താണ്ടെ ഇങ്ങനെ നിക്കുന്നു. എന്തോ പറയാനാന്ന് പറഞ്ഞു. എങ്ങോട്ട് പോവുക? അടുക്കളയിൽ എന്തോ കരിഞ്ഞു നാർന്ന പോലെ തോന്നിയ. അടുക്കളയിൽ പോകുന്ന വഴിയല്ല ഇത്. പിന്നെ ഇത് എന്റെ കാലാ. എങ്ങനെ നിർത്തും? പുതിയ എന്റെ കുടുംബശ്രീയിലുള്ളവരും എന്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഈ വയർ മഹാവൃത്തികേടാ നിങ്ങൾക്ക്. കേട്ടോണ്ട വന്ന ആള് പിന്നെ ഐശ്വര്യ റൈ ആണല്ലോ. എന്താ പറയുന്നത്? കഴിഞ്ഞ കുടുംബശ്രീയുടെ മത്സരത്തിലെ സൗന്ദര്യ മത്സരത്തിലെ എനിക്ക് 1 സമ്മാനം കിട്ടിയത്. മറ്റു 11 പേരെ ഞാൻ തോപ്പിച്ചു. അയ്യോ, എന്തോ ചിരിക്കുന്നേ? അല്ല, നിനക്കതിന് 1ാം സമ്മാനം കിട്ടിയപ്പോഴേ ഈ മറ്റ് 11 പേരുടെ കോല ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാ. ഇങ്ങനെയൊക്കെ കള്ളം പറ, എനിക്കറിയാം. ഞാൻ ചെയ്യല്ലോടി, ഞാൻ എക്സസൈസ് ചെയ്യല്ലേ. ഈ വാതും പൊളിഞ്ഞ് ഇനി എന്തോ ചെയ്യും. അതെ, കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂണിവേഴ്സിറ്റിയിലെ ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്. എടിയേ, ഓ, രവി മോലാളിയുടെ അണ്ടിയാപ്പീസ് ഒന്നാണ് യൂണിവേഴ്സിറ്റി ആയത്. അല്ല, എനിക്ക് അറിയാൻ വയ്യാച്ചോണ്ട് ചോദിക്കുക, രവി മോലാളിയുടെ അണ്ടിയാപ്പീസ് എന്നാണ് യൂണിവേഴ്സിറ്റി ആയത്? നിങ്ങൾക്ക് കള്ളം ഇങ്ങനെ പറയല്ലേ. എല്ലാം മറന്നു. ഞാൻ അങ്ങനെ വല്ലോ മറക്കൂ? ഇനി ഞാൻ ഇങ്ങനൊക്കെ പറയുന്നെങ്കിലും നിനക്കറിയാല്ലേ, പണ്ട് നമ്മൾ പ്രേമിക്കുന്ന ആ സമയത്ത് ഒരു പ്ലാവലയിൽ ഈർക്കിൽ കൊണ്ട് ഞാൻ നിനക്കൊരു ലവ് ലെറ്റർ എഴുതി തന്നത് ഓർമ്മയുണ്ടോ? അപ്പോഴേ ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എന്റെ സ്നേഹത്തിന്റെ കാര്യമായിരിക്കും. അല്ല, ഒരു പേപ്പറും പേനയും പോലും മേടിക്കാൻ ഗതിയില്ലാത്തവനാണല്ലോ നിങ്ങളൊന്നും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണ്? നമ്മുടെ പ്രേമം തുടങ്ങുന്നത് ഒരു ജനുവരി മാസമാണെന്ന് തോന്നല്ലേ? പോടുന്നു.
പക്ഷെ ഈ ജനുവരി മാസം തുടങ്ങിയിട്ടും വീണ്ടും 10 മാസം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ കല്യാണം നടത്താൻ. മൈ ഫാദർ ഈസ് വെരി വെരി സ്ട്രിക്റ്റ്. എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും. ആണോ? ഈ ജനുവരി മാസം കഴിയുമ്പം ഈ 10 മാസം ആകുമ്പോഴത്തേക്ക് അത് ഏത് മാസമായിരുന്നു? ഒക്ടോബർ. ആണോ? ഒക്ടോബർ 1ഉം 2ഉം 2 ദിവസം അടുപ്പിച്ച് ബിവറേജ് അവധി ആയതുകൊണ്ട് മാത്രം അന്നത്തെ ദിവസം ഒരു 10 മിനിറ്റ് അങ്ങേർക്ക് ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് പറഞ്ഞു, പുള്ളി സമ്മതിച്ചു, വീണ്ടും ബോധം. അതല്ലേടി നിന്റെ അച്ഛൻ? അതെ, ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? എന്തുവായി പറയുന്നത്? ഞാൻ അടുക്കളയിലോട്ടൊന്ന് പോയിട്ട് ഇതെന്തോ ചെയ്യുമെന്ന് പറ. അതെ, ഞങ്ങളുടെ വീട്ടുകാരെല്ലാം കുറ്റം പറഞ്ഞല്ലോ. എങ്കിലും കല്യാണത്തിന് വന്നവരെല്ലാം VIP-കളായിരുന്നു. അതാരൊക്കെയാടി? SI വന്നു, SP വന്നു, DYSP വന്നു, IG വന്നു, DIG വന്നു, എല്ലാരും വന്നായിരുന്നു. എടി, സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണവും മോട്ടിച്ചോണ്ട് വന്ന് കല്യാണം നടത്തിയാ പിന്നെ ഇവരൊക്കെ വരാതിരിക്കും. എന്റെ പൊന്നു മനുഷ്യ, അതൊന്നും അല്ല, ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം കൊണ്ടാ. ഈ കല്യാണം നടന്നപ്പം തന്നെ വിളിക്കാതെ തന്നെ എത്ര പേര് കല്യാണത്തിന് വന്നേന്ന് അറിയാവോ? അതെന്തുകൊണ്ടാന്നറിയടി? നിന്റെ അച്ഛനും അമ്മയും നാട്ടുകാരോട് ചെയ്തതിന് അവര് തിരിച്ച് പ്രതികാരം ചെയ്തതാ. വിളിക്കാതെ ഉയരുന്ന കല്യാണ സദ്യ കഴിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. എടി, ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മൾ ഇങ്ങനെ നടന്ന് വഴക്കിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറയുന്ന സ്നേഹത്തോടെ ഒന്ന് കേൾക്കൂ. എന്തുവാ? ഞാൻ ഇങ്ങനെ കടന്ന് ചാടിയാലൊന്നും എന്റെ വയറ് കുറയത്തില്ല, അതുകൊണ്ട് ഞാനിത് അങ്ങ് നിർത്താൻ പോവുക. നിങ്ങൾ ഈ കണ്ടതെല്ലാം വാരി വലിച്ച് തിന്നുന്നത് കൊണ്ടാണ് നിങ്ങളെ വയറ് കുറയാത്തത്. വീണ്ടും തുടങ്ങിയ നമുക്ക് ആരാടി കണ്ടത് വാരിച്ചിരുന്നത്? ഇത് കണ്ണി കണ്ടത് വാരി തിന്നുന്ന നിന്റെ അച്ഛനാടി. എന്റെ അച്ഛനെ പറഞ്ഞോണ്ടല്ലോ എനിക്ക് സ്വഭാവം മാറി. എനിക്കറിയാമല്ലോ. അച്ഛന്റെ കാര്യം പറയുമ്പോ നീ എവിടെടി ഓടുന്നത്? എടി, നിന്റെ അച്ഛൻ ചെയ്ത പരിപാടി എന്താണെന്നറിയാവൂ എനിക്ക്? എന്താ? കഴിഞ്ഞ വർഷം മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വന്ന പെരുമ്പാമ്പിനെ കട്ട് ചെയ്ത് ബീഫ് ഫ്രൈ ആക്കി തിന്നവനല്ലേ നിന്റെ അച്ഛൻ? ചുമ്മാതാതെ, ഇതെല്ലാം ആരേലും വിശ്വസിക്കുവോ? ചുമ്മാതല്ല, എന്റെ കയ്യിൽ തെളിവുണ്ട്. അന്ന് നിന്റെ അച്ഛൻ എനിക്കത് ഫോട്ടോ എടുത്ത് അയച്ചു തന്ന ഫോട്ടോ എന്റെ കൈ കിടപ്പുണ്ട്. താണ്ട. അല്ല, നിന്നെ കാണിക്കത്തില്ല. എന്റെ കയ്യിലോട്ട് വന്നേ. നിന്നെ കാണിക്കൂല. എന്നെ കാണിക്കണ്ട, നാട്ടുകാര് മൊത്തോ കണ്ടു. എന്റെ അല്ല, നിന്റെ. ഹലോ അമ്മേ. അയ്യോ, എന്തുവാ ചെടി? എന്റെ അച്ഛനെ ഫോറസ്റ്റുകാർ കൊണ്ടുപോകുന്നു. അടിപൊളി. അപ്പൊ ഞാൻ മനസ്സിൽ കണ്ടതും ഫോറസ്റ്റുകാരും മാനത്ത് കണ്ടതും ഒന്ന് തന്നെ. ഫോറസ്റ്റുകാർ മാനത്തിലല്ല കണ്ടത്, എന്റെ ഈ ലൈവ് പോകുന്ന ഫോണിനകത്തിലാ കണ്ടത്. ഇതെങ്ങനെ പോയി? നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഹിഡൻ ക്യാമറ ചലഞ്ച് നടത്തിയതാ. ഞാനത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. ജീവിതകാലം മൊത്തം ഒളിച്ചിരിക്കല്ലേ? ആർക്കാ? നിന്റെ അച്ഛന്. അടിപൊളി അടിപൊളി. വേറൊരു കേസ് ശ്രദ്ധിച്ചായിരുന്നു? ആ ബാക്കിലിരിക്കുന്ന 3 ചേച്ചിമാര് ഭയങ്കര ചിരിയായിരുന്നു. എവിടെയല്ലേ? എന്താണ് വീട്ടിലിങ്ങനെ ഫോൺ വല്ല ഒളിപ്പിച്ച് വെച്ചിട്ട് ചേട്ടനെ പറ്റിക്കാൻ വേണ്ടി? ആ മഞ്ഞ സോഫയിലെ 3 പേരായിരുന്നു ഏറ്റവും കൂടുതൽ ചിരിച്ചോണ്ട്. അതെ അതെ, ഭയങ്കരമായിട്ട്. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണന്റെ പേരെനിക്കറിയാം. അമ്മയുടെ പേരെങ്ങനെയാ? സരിത. സരിത. അപ്പുറത്തിരിക്കുന്ന ഇത്തരം പേരോ? ഷഹന. ഷഹന. യെസ്. അപ്പൊ ഇവര് 3 പേരായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത് ഈ സ്കിറ്റ്. അപ്പൊ ന്യൂചേട്ടൻ ചോദിച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടില്? ഇല്ല. ഭയങ്കര എൻജോയ് ചെയ്തു. നിനക്കറിഞ്ഞൂടാ? അമ്മയുടെ അടുത്ത് ചോദിക്കും, അച്ഛനെ പറ്റിക്കാൻ ക്യാമറ വെച്ചിട്ടുണ്ടോ? ക്യാമറ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് ഇതുപോലെ രാവിലെ എന്നും ഓടാനായിട്ട് പോകും. എന്നിട്ട് എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ ഓടിയിട്ട്? കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്നും രാവിലെ പോയിട്ട് നമ്മളെ ഉറക്കാൻ സമ്മതിക്കത്തില്ല. 4:45 ആവുമ്പോഴേ ഇറങ്ങുന്നത്. ഓടാൻ തന്നെ പോണ. അല്ല, നമുക്ക് രാധി ചേച്ചിയുടെ കഥയൊന്നും ഇത്തവണ ഇല്ലേ? രാധി ചേച്ചിയുടെ പുതിയ കഥകളൊന്നും ഇറങ്ങിയിട്ടില്ല. ഇവിടെ ചോദിക്കാം, രാധി ചേച്ചിയുടെ പുതിയ കഥകൾ കേൾക്കട്ടെ. കഥ ഒരു ദിവസം ഒരു പണി തന്നായിരുന്നു. എന്നാ പണിയാ? പ്രാക്ടീസിന്റെ ഇടയ്ക്കാണോ? അത് തന്നെ. കേക്കട്ടെ. ഒരു ദിവസം ഇവിടെ ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, എനിക്ക് വീട് വരെ ഒന്ന് പോകണം, അർജന്റാണ്. നമ്മള് അവിടുത്തെ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്, പോയേ പറ്റൂ. എന്തോ കാര്യം? എങ്ങനെ പറയൂ? ഇവിടെ സാറിനോട് പറഞ്ഞാൽ സാറ് പ്രശ്നമാവും. ഞാൻ ചെന്നില്ലെങ്കിൽ മറ്റുള്ള പെണ്ണുങ്ങൾ എന്നെ കൊല്ലും. കാര്യം അവിടെ ബാങ്കിൽ ചെന്ന് ഒപ്പിട്ട് കൊടുത്താലേ ലോൺ കിട്ടും അല്ലേ? കണ്ടാ ശരിയാ, കറക്റ്റാ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാനും കൂടെ പോയി സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞ് കറക്റ്റ് ആയിരിക്കണം, നാളെ വന്ന് കളിച്ച് കാണിക്കണം. എല്ലാ വാക്ക് പറഞ്ഞിട്ട് പോയി. ഞാൻ ഒറ്റയ്ക്കായി പോയി. എല്ലാവരും റിഹേഴ്സൽ, ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങി നടക്കുക. പിന്നെ ബോറടിച്ച് റൂമിൽ പോയിരുന്നു. റൂമിൽ പോയിരുന്നപ്പോ കുറച്ച് നേരം ഫേസ്ബുക്ക് നോക്കാന്ന് പറഞ്ഞ് എടുത്ത് നോക്കിയപ്പോഴേ സാറ് 6 മുള സദ്യ കഴിക്കുന്നു.
ആറന്മുള വള്ളസദ്യ കഴിക്കുന്നു. അയ്യോ കള്ളം പറയുന്ന മക്കളെ, അയ്യോ ഞാൻ വിളിച്ച് ഒപ്പിട്ടോണ്ടിരിക്കുവന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാ ബാങ്കിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ചെന്ന് അതിനുവേണ്ടി ഞാൻ പോയതാ. ഒത്തിരി കഷ്ടപ്പാടില്ല, ഇങ്ങോട്ട് വരുന്നു, ഇന്ന് രാവിലെ അങ്ങോട്ട് പോയോ? പോന്നു. അതെ, ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോകും. കാര്യം കൈ എഴുതിയിട്ട് വേണ്ട വന്നിട്ട്. ഇന്ന് രാവിലെ ഞാൻ ഇതുവരെ അല്ല കഴിച്ചിട്ടില്ല. ഇന്നലെ ഇന്നലെ രാവിലെ പറഞ്ഞേ, പക്ഷെ ഇന്ന് പോയാ മതിയായിരുന്നു ഒപ്പിടാൻ. ഇന്ന് 22 കൂട്ടം കറി ഉണ്ടായിരുന്നു. ഇത് കേട്ടേന്റെ തന്നെയാണ് ഒപ്പിടുന്നതാണ് ചേച്ചി പറഞ്ഞത്. ഒപ്പിടുന്നതാണ് കേട്ടത്. ഇല്ല നുണയാക്കള, ഇത് ചുമ്മാ പറയുക, കള്ളം പറയല്ല സുരേഷ് ചേട്ടാ. ശരി, നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? ആ ടെൻഷൻ അങ്ങ് വിടുന്നേ. ഇല്ല വായോ നോക്കാം. 30,000 rupees. പൈസ വേണ്ടേ? വേണം. പൈസ വേണോ, സദ്യ വേണോ? പൈസ പൈസ എനിക്ക് ഒരു ആറന്മുള ചാർജ് വേണം. ഓക്കെ 3000. യെസ്, അടിപൊളി. ഇതിന്റെ വാശിക്ക് അടുത്ത ഇവിടെ കിട്ടുന്നത് അറിയാമോ? ആറന്മുള വള്ളസദ്യ ആയിരിക്കണം കേട്ടോ ചേച്ചി. ഇതിന്റെ ഭാഷ നമുക്ക് അങ്ങനെ തീർക്കാം. അതെ. ഓക്കെ. മിസ്റ്റർ പുന്നപ്പറ, നിങ്ങൾക്ക് അപ്പോഴും ഇപ്പോഴും ഒരുമിച്ച് പോകാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു താല്പര്യമില്ല. കണ്ടിപ്പ താല്പര്യ കക്ഷിയല്ല. ചേച്ചി, കോടതി തുറന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ഇവിടെ നിന്ന് മാറി മാറി ഇവരെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങളെ ഇങ്ങനെ പിണങ്ങിക്കല്ല, ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. ഒരു കുടുംബമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോട്ടയത്ത് അനീസ് കിച്ചണില് കുക്ക് ചെയ്തിട്ട് മത്സരിച്ച് ഭയങ്കര നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കാണാൻ വന്ന ആൾക്കാരാണ്. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ഒന്നിച്ചു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. നാണക്കേടല്ലേ? നടക്കുന്ന പരിപാടിയല്ലേ. വിഷമിച്ച് നിൽക്കണം. വിഷമിക്കട്ടെ, എനിക്കെന്തോ. ചേച്ചി, എന്തൊക്കെയോ ഇവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇവര് കുടുംബ കോടതി വെച്ച് അവരെ ചിരിപ്പിക്കാന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അത്രേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചിരിക്കാൻ റെഡി ആയിക്കോ. എന്തോ പരിപാടി ഉണ്ട്. ബാറ്ററി ഓൺ ചെയ്ത് കൊടുക്കണം. ബാറ്ററി ഓൺ ആണ്. ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ആർക്കും എനിക്ക് ചേട്ടനാ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. താങ്ക് യു. നിങ്ങക്ക് മൂക്കടപ്പുണ്ടോ? മൂക്കിൽ അടുപ്പുണ്ട്, തീയുണ്ട്. ഞാൻ വേണ കഞ്ഞിയും വെക്കും. അത് നിനക്കെന്ത്? എന്താ ഇവിടെ വല്ലതും ചീഞ്ഞ് പഴുക്കുന്നുണ്ടോ? ചീഞ്ഞ് പഴുത്തൊരു സാധനം ഇവിടെ വന്നിരിക്കുന്നുണ്ട്. തുടങ്ങിയില്ലേ? അയ്യോ, ഇത് നമ്മള് ഫസ്റ്റ് ഡയലോഗാ. കിച്ചന്റെ ഡയലോഗായിരുന്നാ? എന്റെ ദൈവമേ, ഞാനവിടെ നീ എന്നെ ട്രോൾ ചെയ്തായിരിക്കും. ശരി, സോറി. കണ്ടിന്യൂ. തുടങ്ങട്ടെ. ക്യാരക്ടർ വിളിക്കട്ടെ. എന്തിനാ ചേട്ടാ നിങ്ങൾ എപ്പോഴും ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കണത്? അല്ല, ഡിവോഴ്സ് ചെയ്യാൻ മാത്രം ഒരു കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു കാരണം എടി, പല കാരണങ്ങളുണ്ട് അതിന്. ഇതാണ് ഒരു കാരണം. 24 മണിക്കൂറും നിനക്ക് വരുന്ന ഫോൺ കോൾ, ഇതാണ് കാരണം. എപ്പം നോക്കിയാലും കിണുകിണ. ഈ കിണുകണ നിങ്ങളുടെയാ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞാനത് ക്ഷമിച്ചിരിക്കും. ഈ ഫോൺ വരുന്ന മാത്രമല്ല, നിന്റെ ഏത് സമയം ഈ ഫോണിലുള്ള ഞോണ്ടൽ, എപ്പോ നോക്കിയാലും ഞോണ്ടലോടെ. ആ ഞോണ്ടലൊന്ന് നിർത്തോ മനുഷ്യ? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ടൂറ് പോയത് കൊണ്ടാണ് നിങ്ങൾ പോയി ഡിവോഴ്സിന് അപേക്ഷിക്കണേ? അയ്യോ, ടൂർ പോയതിനല്ല. പിന്നെ ടൂർ പോയിട്ട് ഒരു കുരങ്ങനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് നീ വൈറലാക്കി. അതാണ് പ്രശ്നം. അയ്യോ ചേട്ടാ, അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. നിനക്കത് ട്രെൻഡ്. എന്റെ അമ്മൂമ്മ പറഞ്ഞ എന്നാന്നറിയാവോ? എടാ രമേശ, നീ ടൂറിന് പോണില്ല എന്ന് പറഞ്ഞിട്ട് നീ അവളുമായിട്ട് അവിടെ പോയി ഫോട്ടോ എടുത്തല്ലേടാന്ന്. അതാ അമ്മൂമ്മ മാത്രല്ല, ഞാനും നിങ്ങളും തമ്മിൽ ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ട എല്ലാവരും അതാ പറയണത്. എന്ത്? അല്ല, കുരങ്ങനായിട്ടുള്ള ഫോട്ടോ. അതല്ല, കുരങ്ങനായിട്ടുള്ള ഫോട്ടോ എല്ലാവരും പോയിട്ട് എടുക്കണതാ. നീ അല്ലാതെ ആരാടി കുരങ്ങനായിട്ട് ഫോട്ടോ എടുക്കണം? അതിപ്പോ ശ്രീവിദ്യ ഫോട്ടോ എടുത്തിട്ടില്ല കുരങ്ങനായിട്ട്? ഒരു കുരങ്ങനെ കെട്ടാൻ ചെയ്തു. ഞാൻ എടുത്തായിരുന്നു. ഇല്ല, എടുത്തില്ല. അതേ ശ്രീവിദ്യ എടുത്താ? ഞാൻ എടുത്തു. ഫോട്ടോ എടുത്താ? എടുത്തു. പോസ്റ്റും ചെയ്തു. ആണോ? നീ പോസ്റ്റ് ചെയ്ത്? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാനും പോയി നാളെ കുരങ്ങനായിട്ട് ഫോട്ടോ എടുക്കാം. ചേട്ടാ, മണി പൊളിക്കും. ആ കുരങ്ങനെ നിങ്ങൾ ആണുങ്ങളൊന്നും ഇഷ്ടല്ല, ഞങ്ങൾ പെണ്ണുങ്ങളായിട്ട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചത് കറക്റ്റാ. എന്താ? അത് കുരങ്ങനല്ല,
കൊരങ്ങന്റെ ഫിഗർ ചെയ്യുന്ന ഏതൊരു കോഴിയാണത്, കോഴി. ഞങ്ങള് രംഗുട്ടാനെ പറ്റിട്ട് അങ്ങനെയൊന്നും പറയരുത് കേട്ടാ. കുറിച്ച് ആ കൊരങ്ങന്റെ പേരാണ് രംഗുട്ടൻ. ഓഹോ, നിന്നെ റെങ്കൂട്ടാനെ കാണാൻ വിട്ട കാശ് കൊണ്ട് 10 റെമ്പൂട്ടാൻ മേടിച്ച് കഴിച്ചാൽ മതിയായിരുന്നു എനിക്ക്. പക്ഷെ ആദ്യം നിങ്ങൾ ഈ കോലൊക്കെ ഒന്ന് മാറ്റി, സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റി. യൂത്ത് മൈൻഡ് ആവും, യൂത്ത് മൈൻഡ്. എന്നെ കണ്ടില്ലേ, ഇൻസ്റ്റാഗ്രാമിൽ എത്ര ആൾക്കാരെ ഫോളോ ചെയ്യണമെന്ന് പറയും. 1 ലക്ഷം പേര് ഫോളോ ചെയ്യുന്നുണ്ട് എന്നെ. എത്ര പേര്? 1 ലക്ഷം പേര്. ഓഹോ, പണ്ട് ഞാൻ നിന്നെ ഒറ്റയ്ക്കൊന്ന് ഫോളോ ചെയ്തപ്പോൾ നിന്റെ ആങ്ങളമാർ വന്ന് എന്നെ തല്ലി. ഇപ്പൊ ഈ 1 ലക്ഷം പേരെ ഫോളോ ചെയ്യുന്നവരെ തല്ലാൻ നിന്റെ ആങ്ങളമാരുടെ കൈ പൊങ്ങുന്നില്ലേടി? ഇതാണ് പറയണത്. ഞാനും നിങ്ങൾ സംസാരിച്ച ഞാൻ പറയുന്നതിന്റെ ഓപ്പോസിറ്റാ നിങ്ങൾ ചെയ്യണത്. ഞാൻ എന്താണ് ഓപ്പോസിറ്റ് ചെയ്തത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ എനിക്കൊരു സാരി വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ ചുരിദാർ വാങ്ങിക്കൊടുന്നത്? ആ, സാരി ആകുമ്പോ അതിന്റെ പ്ലീറ്റ് ഞാൻ തന്നെ പിടിക്കണം. ചുരിദാറാകുമ്പോ ചുരിദാറിന് പ്ലീറ്റ് ഇല്ലല്ലോ. ചുരിദാറിന് പ്ലീറ്റ് ഇല്ല, അതുപോലെ നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല. ശ്രീദേവി, ഞാൻ എപ്പോഴാടി നിന്നെ സ്നേഹിക്കാതിരുന്നത്? നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ കാമുകി നിങ്ങൾ ഇട്ടേച്ച് പോവോ? അയ്യോ, അത് കാമുകി ഇട്ടേച്ച് പോതല്ല. പിന്നെ അവളുടെ ആത്മാർത്ഥമായ സ്നേഹം കണ്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. നീ എന്റെ അമ്മയാടി, അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവൾ എന്നെ കൈ പിടിച്ചിട്ട് പറയാണ്, നിനക്കിപ്പോ ഒരു അമ്മ സെറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഒരു അച്ഛനെ സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു ചെറുക്കനോട് പോയതാ. ഇതുവരെ വന്നിട്ടില്ലേ? എന്റെ ദൈവമേ, ഇങ്ങനത്തെ ഒരു മണ്ടനാണല്ലോ എനിക്ക് എന്റെ കുടുംബത്തിൽ കിട്ടിയത്. നിന്റെ കുടുംബത്തിന്റെ കാര്യം നീ എന്നോട് പറയണ്ട. എന്റെ കുടുംബത്തിന് എന്താ പ്രശ്നം? ആ, ഇവളുടെ കുടുംബം. ഒരു ദിവസം ഞാൻ ഇവിടെ വീട്ടിൽ പോടുന്നു കുളിക്കാൻ നിന്ന്. പൈപ്പിലാണല്ലോ നമ്മൾ സ്വാഭാവികമായിട്ട് കുളിക്കുന്നത്. ഇവളുടെ അമ്മ ഓടി നിന്നിട്ട് പറയാ, അയ്യോ മോനെ, നീ പൈപ്പിൽ കുളിക്കല്ലേ, നീ ഷവറിൽ കുളിക്കാൻ. എന്നിട്ട് എന്താ ഷവറിൽ കുളിച്ചില്ലേ? അയ്യോ, ഷവറിനെ കുറിച്ച് പറയാതിരിക്കുന്ന ബെറ്റർ. ഉജാലപ്പാട്ടയ്ക്കകത്ത് 24 ഊട്ടയിട്ട് വഴി വെള്ളം വീഴുന്നതാണ് ഇവളുടെ വീട്ടിലെ ഷവർ. എന്തായാലും കുളിച്ചില്ലേ? ആ, കുളി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോ ഇവളുടെ വീട്ടിലെ കോഴികളെല്ലാം കൂടി എന്നെ കണ്ടിട്ട് പേടിച്ചു ഒറ്റ ഓട്ടം. നീലക്കുറുക്കനെ കണ്ട കോഴികൾ പേടിച്ചോടാതിരിക്കുവോ? ഇതാണോ നിങ്ങളിപ്പോ ഡിവോഴ്സിനുള്ള കാരണം? ഇതൊക്കെ വലിയ പ്രശ്നമാണോ? കഴിഞ്ഞിട്ടില്ല. ജീവിച്ചിരിക്കുന്ന എന്റെ ഫോട്ടോയിൽ നീ മാലയിട്ട് തിരികെത്തിച്ചു. അതൊരു പ്രശ്നമല്ലേ? ആര് പറഞ്ഞു? എന്റെ അച്ഛനമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ ദൈവത്തെ പോലെ കാണണം. ദൈവമേ, അച്ഛനമ്മ പറയുന്നതെന്ത്, ഇവള് കേട്ടതെന്ത്? അയ്യോ, നിങ്ങൾക്കേ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാ? ആകെ സ്നേഹിച്ചിട്ടുള്ള 1 വർഷമാണ്. 1 വർഷം. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? എന്താ ഉറപ്പ് എന്നാ? കല്യാണം കഴിഞ്ഞിട്ട് ആ 1 വർഷത്തിൽ ഞാൻ നിങ്ങളെ ഫോൺ വിളിക്കുമ്പോ ഒറ്റ റിങ്ങിൽ നിങ്ങൾ ഫോൺ എടുത്തിരുന്നു. അതിനുശേഷം വിളിക്കുമ്പോ നിങ്ങൾ ഫോണേ എടുക്കുന്നില്ല. അതെന്താ കാരണം എന്നറിയോ? എന്താ? ഞാൻ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ആണുങ്ങളും അങ്ങനെയാ. ആദ്യമേ 1 വർഷത്തിനുള്ളിൽ നീ വിളിക്കുമ്പോ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കെയറിങ്. 1 വർഷം കഴിഞ്ഞാലാ? അത് കഴിഞ്ഞ ടോർച്ചറിങ്. ഈ ടോർച്ചറിങ് കാരണം ആ കല്യാണം കഴിഞ്ഞ ആ വർഷം തന്നെ നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യാണ്ടിരുന്നു, അറിയോ? എന്നിട്ട് എന്താണ് അവൻ ചെയ്യാണ്ടിരുന്നേ? ആ, അത് പറയാൻ വേണ്ടി ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ചപ്പോ നിന്റെ അമ്മയാണല്ലോ ഫോൺ എടുത്തത്. അമ്മയോട് ഞാൻ അറിയാതെ ഒന്ന് ചോദിച്ചു പോയി, അമ്മയെ സുഖമാണോന്ന്. അപ്പൊ നിന്റെ അമ്മ പറയാ, മോനെ 2 വർഷമായിട്ട് ഇവിടെ സുഖമുണ്ട്, സമാധാനമുണ്ട് എന്നും പറഞ്ഞ് അവളെ അങ്ങോട്ട് കയറ്റിവിടാൻ നോക്കണ്ടെന്ന്. അപ്പോളെ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ ട്രാപ്പ് ചെയ്തതാണെന്ന്. ദൈവമേ, പ്രേമിച്ച് കെട്ടണേ നല്ലത് അറേഞ്ച് മാരേജ് മതിയായിരുന്നു. എടി, വിഷം കഴിച്ച് ചത്താലും തൂങ്ങിച്ചത്താലും റിസൾട്ട് ഒന്ന് തന്നെയാ. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണേ. എന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം, നല്ല സ്ത്രീധനം തന്നിട്ടല്ലേ നിങ്ങൾ എന്നെ കിട്ടിയത്? അയ്യോ, സ്ത്രീധനം എന്ന് പറയരുത്, അതിന് റീഫണ്ട് എന്ന് പറയണം. റീഫണ്ടാ? ഇവളെ ഞാൻ പ്രേമിച്ചോണ്ടിരുന്നപ്പോ ഇവൾക്ക് വേണ്ടി ചെലവാക്കിയ പൈസ ഇവളുടെ വീട്ടുകാർ എനിക്ക് റീഫണ്ട് ചെയ്തു തന്നു. അതാണ് പറയണത്, അല്ലാതെ സ്ത്രീധനം എന്ന് പറയരുത്. ഓ, അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് നടക്കരുന്നില്ലേ? എനിക്ക് ഇനി നിങ്ങളെ കൂടെ ജീവിക്കണ്ട. എനിക്കിനി നിങ്ങളെ കൂടെ ജീവിക്കണ്ട. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ ഡിവോഴ്സ് കേസിന് വന്നു അല്ലേ? എന്നാ ഞാൻ നിങ്ങളോട് പറയുന്നു, ഐ നീഡ് ഡിവോഴ്സ്. എനിക്ക് നിങ്ങളെ വേണ്ടാന്ന്. അയ്യോ, അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ചെയ്ത് കളയെന്നും പറഞ്ഞ് ഞാൻ ആരെ പേടിപ്പിക്കും? അപ്പനോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? ഒരുപാട് സ്നേഹമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ നീഡ് ഡിവോഴ്സ്. ശ്രീദേവി. ശ്രീദേവി അല്ല, സ്ത്രീ ദേവി. കോടതിയിലെ അങ്ങനെ നമ്മളൊരു കുടുംബ കോടതിയിലെ രസകരമായ നിമിഷങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കുകയാണ്. കോടതി കയറിട്ടുണ്ടോ? കുടുംബ കോടതിയില് ഇല്ല. കയറിട്ടുണ്ടോ? അയ്യോ, കയറിട്ടുണ്ടോ? അവസരം. ഞാൻ ജയ ഹോ സിനിമയിൽ ഞാനൊരു റിയാലിറ്റി ഷോന് വേണ്ടി ഞാൻ കുടുംബ കോടതിയിൽ കയറിയിട്ടുണ്ട്. ജഡ്ജിന്റെ കൂടെ ഒരു ഗസ്റ്റ് ആയിട്ട് പോയപ്പോ എന്നെ ഒരു റിയാലിറ്റി ഷോന്റെ കാരണമാണ് അവർ വിളിച്ചത്. അപ്പൊ അവർ പറഞ്ഞു, ശ്വേത ഇവിടെ ഇരിക്കൂ, ഭയങ്കര ഒരു കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണങ്ങൾ, ഇത് എങ്ങനെ ഇവരെ നമ്മൾ ഡിവോഴ്സ് കൊടുക്കും. അത് കേട്ടപ്പോൾ ഭയങ്കര കുട്ടിത്തം എന്ന് പറയില്ലേ, കൂർക്കം വലിച്ചുകൊണ്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം. എന്നെ എവിടെയും എന്താ പറയുക ഹോളിഡേക്ക് കൊണ്ടുപോയിട്ടില്ല, അതിന് ഡിവോഴ്സ് വേണം.
എൻ്റെ അമ്മയും അച്ഛനെയും ഒന്നും പരിഗണിച്ചില്ല, അതുകൊണ്ട് ഡിവോഴ്സ് വേണം. സത്യമായിട്ട് കണ്ട ഒരു 3 കേസ് ഒരു ദിവസത്തിൽ. അന്ന് എനിക്ക് മനസ്സിലായി സത്യം പറഞ്ഞാൽ നമ്മൾ പറയില്ലേ എഡ്യൂക്കേഷൻ ഈസ് ഗുഡ്, ബട്ട് നമ്മൾ എവിടേക്കോ എഡ്യൂക്കേഷനിൽ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം മറക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അച്ഛനമ്മ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മറക്കുകയാണ്. ഐ തിങ്ക് സംവേ ഡൗൺ ദ ലൈൻ എനിക്ക് തോന്നുന്നു ഈ AI എല്ലാം കേൾക്കുമ്പോൾ പേടിയാണ്. ബിക്കോസ് എവിടേക്കോ നമ്മളുടെ അടിത്തറ ഫൗണ്ടേഷൻ എവിടേക്കോ ഇളകുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ് കേട്ടോ. ഇവിടുത്തെ സിറ്റുവേഷനിൽ നമുക്ക് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. റെഡിയാണോ ആളേ? നോക്കിയാലോ? വാ ചേട്ടാ നോക്കാം. വാ. മാളൊരു നോക്കണ്ട, എനിക്ക് അങ്ങോട്ട് തിരിയണ്ടെന്നൊക്കെ തെറിഞ്ഞ് നിൽക്കായിരുന്നു. 10,000 rupees ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ശ്വേത ചേച്ചി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ. ക്രെഡിറ്റ് ആയി. എന്തായാലും കോടതിയിൽ നിന്ന് ഇറങ്ങി മറ്റൊരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വാക്ക് പാലിക്കാൻ പോവുകയാണ് അരുൺ ചേട്ടൻ അല്ലേ? തീർച്ചയായിട്ടും. എടപ്പാളയം തെന്മല എന്ന് പറയും. ഓ നല്ല സ്ഥലാ, ഞാൻ അവിടെ കൊറേ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് ഡാൻസ് കാണാൻ പോവാണ്. ഇതിലെന്തായാലും ഡപ്പാങ്കുത്തല്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അല്ല ഒരിക്കലല്ല, സെമി ക്ലാസിക്കലാണ്. സെമി ക്ലാസിക്കലാണ്. ഞാൻ മാറി തരാം ചേട്ടൻ കളിച്ചു. അലിനോട് ചെയ്താൽ അത്രയും സൂപ്പർ. ആദ്യമായിട്ടാണ് ഒരാളോട്. അതെ, അതും സെമി ക്ലാസിക്കൽ. സെമി ക്ലാസിക്കൽ സേമിയം പായസം കണക്കാവും. അതുകൊണ്ട് ഞാനില്ല. പിന്നെ ഒത്തിരി ഇതൊന്നും ഇല്ല, എന്നാലും 2 മിനിറ്റ് ഉള്ളൊരു ഇതാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്നാണ് പ്രാക്ടീസ് ചെയ്തത്, അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നോ അല്ല, ഇവരൊക്കെ ഫേമസ് ഡാൻസേഴ്സ് ആയതുകൊണ്ട് വിഷയമല്ല. ഞാൻ ക്ഷമിക്കാൻ ചേട്ടാ, ഞാൻ തയ്യാറാണ്. ഇത് എന്റർടൈൻമെന്റ് അല്ലേ, നമ്മൾ ഇവിടെ ഫുള്ള് ഫണ്ട് അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശിവകരടമരുകലയമായി നാദം നാദ്രദാന ധീരന ധീരധീം തനാ നാദ്രദാന ധീരന ധീരധീം തനാ ശിവകരടമരുകലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം സാഗര ചലനം ശിവകരടമരുകലയമായി നാദം ഋതുപദഗതിയുടെ നടയായി താളം നാദ്രധന ധീരന ധീരധീം തനാ നാദ്രധന ധീരന ധീരധീം തനാ. ബഹുവിധമേളം ബഹുതരനാദം അറിയാൻ കരളിൽ ഒരു താളം ബഹുവിധ വർണ്ണം ബഹുതരഭാവം നീൽ പതിയാൻ ഒരു കിരണം പരിമതി മുഖപടമാഭരണം കരളിലെ കഥനവും ധിമി തകധിമി ധീം തതോ ധിമി തകധിമി തകതാം തതോ നവ നവയുഗ നടകളിൽ ഒഴുകൂ സ്വരഹിമജല തരളിത ഗംഗേ നനധാദ്രധീദ്രധാദ്രധീദ്രനാദ്രധീനതാം ജീവതോ ശിവകരടമരുകലയമായി നാദം
വെരി 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 ബ്യൂട്ടിഫുൾ. താങ്ക് യു ഒരു മാഡം. വേദി കിട്ടുക, പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ആ ഒരു നമ്മളല്ലേ അതൊരു ദൈവാദിനാണ്. അത് ഇവിടെ കണ്ടു. യു ഹാവ് ടാലന്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എന്തായാലും അരുൺചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് ഡാൻസ് കളിച്ചത്. അമ്മയും ഹാപ്പി ആയിട്ടുണ്ട്, കാരണം ആ വേദിയിൽ തന്നെ ചേട്ടന്റെ പെർഫോമൻസ് കാണാൻ സാധിച്ചല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ മൈൻഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വരും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഹാപ്പി ആയില്ല? അരുൺചേട്ടന്റെ പെർഫോമൻസ് കണ്ടേലോ, അമ്മയെ സന്തോഷമായില്ലേ? ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും പലഹാരങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു. നിങ്ങളെ പ്രേക്ഷകർക്ക് ഒന്നും കൂടെ കാണാൻ സാധിച്ചു. അപ്പൊ നമ്മൾ വീണ്ടും കാണില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ചേച്ചി ഗൈസ്, നമ്മൾ പോവാണ്. അടുത്ത ദിവസം വീണ്ടും ചിരിപ്പിക്കാനുള്ള വിശേഷങ്ങളും സ്കിറ്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ ഫ്രം കോമഡി മാസ്റ്റേഴ്സ്.